നമസ്കാരം, എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എരുക്കും പൂവും കൂവളത്തലയും കൊണ്ട് എങ്ങനെ ഒരു മാല കെട്ടാം അല്ലെങ്കിൽ ഒരു ഹാരം കെട്ടാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കൂവളത്തല ഇത് ശകലം വലുതാണ്. അപ്പം സാധാരണ കിട്ടുമ്പോൾ നമുക്ക് മടക്കിയൊക്കെ വെച്ച് ചിലതൊക്കെ കെട്ടേണ്ടി വരും നമുക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വാഴനാര ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ വാഴനാര എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള രണ്ട് നാരാദ്യം നമുക്കെടുക്കാം. അത്യാവശ്യം കട്ടിയോടുകൂടി രണ്ട് നാര് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി കട്ടി കുറഞ്ഞ ഒരു നാര് ഇത് നമ്മൾ ചുറ്റി കെട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ കെട്ടാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ വെച്ച് അങ്ങ് ചുറ്റും. പക്ഷേ ആദ്യമായിട്ട് കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കെട്ടായിട്ടിട്ട് ശേഷം കെട്ടുന്നതായിരിക്കും നല്ലത്. ഒരു ഉദാഹരണം, ഇങ്ങനെ വെച്ച് മൂന്നും കൂടി പിടിച്ച് ഇങ്ങനെ ഒരു കെട്ടിട്ട ശേഷം ആദ്യമായിട്ട് കെട്ടുന്നവർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അഴിഞ്ഞു പോകും. ആദ്യമായിട്ട് കെട്ടുന്നവർക്കുള്ളൊരു പ്രാക്ടീസ് കുറവുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അഴിഞ്ഞു പോകും. ഈ മാല കെട്ടുന്നതെന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. കെട്ടി വന്നാലേ നമുക്കത് ശീലമാവുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ കാലത്തും കൂടി കെട്ടിയെന്ന് വെച്ചിട്ട് നമുക്ക് മാല കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഞാൻ എരുക്കും പൂവും കൂവളത്തലയും കെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാല കെട്ടാനായിട്ട് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ പോയി കാണണം. ഇവിടെ ഇങ്ങനെ വെച്ച ശേഷം ഈ ചുറ്റി ഇതിൻ്റെ മീതെ കൊണ്ടുവരണം. കണ്ടോ? അതായത് ഒരു പൂവെടുത്ത് ഇവിടെ വെച്ച ശേഷം അതെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മാല എല്ലാം വണ്ണമായി പോവും. അപ്പം നമുക്ക് എപ്പോഴും എല്ലാം ഒരേ അളവിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ കണ്ടോ അവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ ചുറ്റി ഇതിൻ്റെ മീതെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് സംശയം വരും, എന്താ അങ്ങനെ ചുറ്റി മീതെ കൊണ്ടുവരണം, അടിയിൽ കൊണ്ടുവന്നാൽ പോലും. അടിയിൽ കൊണ്ടുവന്നാലും മതി, പക്ഷേ മീതെ കൊണ്ടുവരുമ്പോൾ പൂത്തി കൂടി നിവർന്ന് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മീതെ കൊണ്ടുവരുന്നത്. ഇനി വീണ്ടും അടുത്തൊരു പൂവെടുത്ത് അതിനോടൊപ്പം ചേർത്ത്, കണ്ടില്ലേ ഈ മീതെ നാരിയിരിക്കുന്നില്ലേ, അടുത്ത പൂവിൻ്റെ മീതെ അടുത്ത് ചേർത്ത് തന്നെ വയ്ക്കണം. വീണ്ടും അത് ചുറ്റി കണ്ടോ അതിൻ്റെ മീതെ കൊണ്ടുവരിക. അടുത്ത് വീണ്ടും അത് ചുറ്റി അതിൻ്റെ മീതെ ഇനി അത് ഓട്ടോമാറ്റിക്കലി അത് കറങ്ങി അങ്ങ് വരും. നമ്മൾ ചുറ്റുന്നത് കറക്റ്റ് ആവുകയാണെങ്കിൽ മാല കറങ്ങി അത് അടുത്ത് പൂ വയ്ക്കേണ്ട ഒരു പൊസിഷൻ നമുക്ക് തന്നെ അത് മാല തന്നെ കാണിച്ചു തരും. കണ്ടോ, ഇതിന് വയ്ക്കേണ്ട ഇവിടെയാണ്. അതനുസരിച്ച് അത് കറങ്ങി വരും. അപ്പോൾ ഇത്രയായി. നമുക്കിനി കുറച്ച് കൂവളത്തിലൂടെ വെച്ച് കെട്ടാം. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കൂവളത്തിൽ മടക്കി കെട്ടാറുണ്ട്.
മടക്കി കെട്ടുന്നത് ഇങ്ങനെയാണ്. രണ്ടിലയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ വെച്ച് മടക്കി നമ്മൾ കെട്ടും.
അപ്പോൾ ഇനി ചുട്ടി കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഈ മാലയുടെ കൂടെ ആ കെട്ടുണ്ട് യോജിപ്പിച്ചത്. അപ്പോൾ ചുട്ടി നമുക്ക് ഇവിടെ തന്നെ ഇടാം. അപ്പോൾ ഒരു കൂവളവും എരിക്കും കൂടി ചേർത്തൊരു മാല കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കെട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കൂവളത്തല വലിയ ഇല ആയതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കെട്ടി നോക്കണം. അപ്പോൾ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കെട്ടി കാണിക്കുന്നത്. അപ്പോൾ കെട്ടി നോക്കണം. നിങ്ങളുടെ എല്ലാവരെയും വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി എഴുതുക. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ കെട്ടിയ മാല ഓച്ചിറ നക്ഷത്രവനത്തിലെ നന്ദികേശൻ്റെ കഴുത്തിൽ ചാർത്തി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമഃ ശിവായ.